മൈൻഡ് കാണിച്ചു കൊടുക്കാൻ പറ്റും. പറയും അതെങ്ങനെ പറയുന്നത് നോക്കാം. ഓക്കെ, വിഷ്ണു വിഷ്ണു മനസ്സിലാക്കുന്നത് വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്നത് ഒരു 100 രൂപ നോട്ടാണ്. ഈ 100 രൂപ നോട്ട് അങ്കിൾ ഇന്ദ്രിച്ചാൻ ഉപയോഗിച്ച് അങ്കിളിന്റെ കയ്യിലേക്ക് വരുത്താൻ പോകുന്നതാണ്. ആർക്കും അറിയത്തില്ലല്ലേ കുട്ടികൾക്ക്. ഷഫിൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് മോക്ക് സ്റ്റോപ്പ് കുറയുന്നത് ആ സമയത്ത് മാത്രം സ്റ്റോപ്പ് കുറയുക. അതിനകത്ത് സ്റ്റോപ്പ് മോക്ക് ഇനി സ്റ്റോപ്പ് മോക്ക് പറയണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ പറയാവുള്ളൂ. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്യാൻ പോവാം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഒരു കാർഡ് ഇവിടെ തന്നെ വെച്ചേക്കാം, ആരും കാണണ്ട. ഓക്കെ, മോക്ക് ഇഷ്ടമുള്ള സമയത്ത് മോള് സ്റ്റോപ്പ് പറയുമായിരുന്നു. ഞാൻ പറയിപ്പിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പാണോ? ഈ കാർഡ് ഏതാണെന്നുള്ളത് മോള് മാത്രമേ കാണാവുള്ളൂ. ഓക്കെ, അങ്കിളിനെ കാണിച്ചിട്ട് ഇവിടെ ആരെ കാണിച്ചിട്ട് ടീച്ചർമാരെ കാണിച്ചിട്ട് എന്നെ കാണിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കോളൂ. എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണോ? പറയരുത്. കാർഡ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് ആ കാർഡ് അവിടെ തന്നെ വെച്ചോളൂ. ഓക്കെ, കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രെയിൻവേവ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഇങ്ങനെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആരും കണ്ടിട്ടില്ല കാർഡ് ഏതാണെന്നുള്ളത്, അല്ലേ? ഇദ്ദേഹം മാത്രമാണ് കണ്ടേക്കുന്നത്, പാറു മാത്രമാണ് കണ്ടേക്കുന്നത്, അല്ലേ? നമുക്ക് പാറിന്റെ മൈൻഡിൽ നിന്നതൊന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. മൈൻഡില് ആ കാർഡ് കണ്ടേക്കുന്ന കാർഡ് നന്നായിട്ട് ആലോചിക്കുക. അല്ലേ? ഞാൻ കളറൊക്കെ ഇങ്ങനെ ആലോചിക്കുക. 2 ടൈപ്പ് കളറുകളാണ് കാർഡിന്റെ കൂടെയുള്ളത്. ഏതൊക്കെയാണ്? റെഡും ബ്ലാക്കും, അല്ലേ? അതിലേതാ കളർ എന്നുള്ളത് മാത്രം മൈൻഡിൽ ആലോചിക്കുമെന്ന് പറയരുതേ. മൈൻഡിലുണ്ടോ? എന്നെ നോക്കി ആ കാർഡ് മൊത്തത്തിലൊന്ന് മനസ്സിൽ കൊണ്ടുവന്നു. ഓക്കെ, ഇതിന് ചെറിയ ഡിലേ ഒക്കെ വരും കേട്ടോ. മറ്റേ പാട്ടുകാരുടെ പരിപാടി പോലെ ടപ്പേന്ന് പറഞ്ഞത് വീഴത്തില്ല. എനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാനുള്ള സമയമൊക്കെ വേണ്ടി വരും. ഓക്കെ അല്ലേ? ഇപ്പം പാടിന്റെ മൈൻഡിൽ ഒരു കാർഡുണ്ട്. ആക്ച്വലി അത് എന്റെ മനസ്സിലേക്കും വന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വേറൊരു പരിപാടി ഉണ്ടാവും. ജ്യോതിഷം മോളുടെ മനസ്സിൽ ഒരു കാർഡുണ്ട്. ആ കാർഡ് അതിനകത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ജ്യോതിഷം കണ്ടിട്ടുണ്ടോ കാർഡ്? കോള് വന്ന് പുറത്തോട്ട് പോയി. അത് ജ്യോതിഷന് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നു. ജ്യോതിഷന്റെ മൈൻഡിലേക്ക് കണ്ണടച്ചു. മൈൻഡിലേക്ക് കുറെ കാർഡുകൾ നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ ചെടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴുത കളിക്കുമായിരുന്നു, വേറൊന്നുമല്ല. അപ്പോ ആ സമയത്തൊക്കെ ഉണ്ടായ കുറെ കാർഡുകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിക്കുക. ഓക്കെ, കുറെ കാർഡുകൾ മൈൻഡിൽ വരുന്നുണ്ടോ ജ്യോതിഷന്? അല്ല, ജ്യോതിഷന്റെ മൈൻഡിൽ കുറെ പ്ലേയിങ് കാർഡുകൾ വരുന്നുണ്ടോ? ചീട്ടുകൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്, അല്ലേ? ജസ്റ്റ് സ്റ്റോപ്പ്. ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ഒരു കാർഡ് മാത്രമായിട്ട് കാണുന്നുണ്ടോ? ഒറ്റ കാർഡ് മാത്രമായിട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒരു കാർഡ്, അല്ലേ? പക്ഷേ ഇതിലൊന്ന് എഴുതാവോ? ആ കാർഡ് കണ്ണു സോറി, അവിടെ തന്നെ വെച്ചത്. ആ കാർഡ് ഏതാണ് ജ്യോതിഷന്റെ മൈൻഡിൽ വന്നേക്കുന്നുള്ളത് മാത്രം ഒന്ന് എഴുതുക. ആരെ കാണിക്കണ്ട. മൂന്നാം കാർഡ് എടുക്കാവോ? അപ്പൊ ആറ് മാത്രമല്ലേ ഈ കാർഡ് കണ്ടേക്കുന്നത്? വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ജ്യോതിഷന്റെ മനസ്സിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ? പൊട്ടിക്കരുത്. മോളെ കിട്ടുന്നുണ്ടോ? ജ്യോതിഷനെ എഴുതി കഴിഞ്ഞോ? ആ കാർഡ് ഏതാണെന്നുള്ളത് എഴുതിയിട്ടുണ്ടോ? പരിശോധിച്ചേക്കണോ? എഴുതിയിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ജ്യോതിഷന് ജസ്റ്റ് ആ മൈക്ക് ഒന്ന് എടുത്തിട്ട് ആ കാർഡ് ഏതാണ് മൈക്ക് വന്നേക്കുന്നുള്ളത് മാത്രം മൈക്കിൽ കൂടെ ഒന്ന് പറഞ്ഞ് ജ്യോതിഷൻ ഇങ്ങോട്ട് നോക്കണ്ട. ആ മോളെ ഞാൻ എഴുതിയത് 7 of flower. 7 of flower. അല്ലേ? ജ്യോതിഷന് തോന്നുന്നു 7 of flower ആണെന്നുള്ളത്. 7 of flower. ഓക്കെ, മൈൻഡിലേക്ക് വന്നതാണോ?
ആ ടൈമിൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ബ്രെയിൻ വേവ്സ് തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത്? ചെറുതായിട്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? കുറച്ചുകൂടി പറഞ്ഞത് ആക്ച്വലി 7 of flower മോള് പറു ഓക്കെ വെച്ചില്ലേ? ഞാൻ ഈ താഴെ നിന്നൊരു കാർഡ് ഞാനും ഓക്കെ, ഈ കാർഡ് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. മോൾ എടുത്തേക്കുന്ന കാർഡ് ഇതിൻ്റെ ഇടയിൽ എവിടെയും വെച്ചിട്ടുണ്ട് അല്ലേ? കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്? എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളല്ലേ? ജസ്റ്റ് ഒരു കാർഡ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് മോളെ ഇതേതാ കാർഡ്? ഏതാ കാർഡ്? 7 of ഡയമണ്ട് എന്ന കാർഡാണ് അല്ലേ? നമുക്ക് ഇപ്പൊ അതിന്റെ താഴെ ഞങ്ങളൊരു കാർഡ് എടുത്തില്ലേ? ആ കാർഡ് ജസ്റ്റ് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാം. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ സ്ഥലമുണ്ട്. ഇത് എല്ലാവർക്കും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഏതാ നേരത്തെ കാർഡ്? 7 of flower അല്ലേ? അത് ഇച്ചിരി പ്രശ്നമുള്ള കാർഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോളിതിന്റെ ഇടയിൽ എവിടെയോ വെച്ചില്ലായിരുന്നു അത് കാർഡ് ഇല്ലേ? ആക്ച്വലി ഞാനത് താഴെ ഒരു കാർഡ് എടുത്തിരുന്നു അല്ലേ? 7 of flower അല്ലേ? ഇത് ഇച്ചിരി പ്രശ്നമുള്ള സംഗതിയാണ്. ഇത് പേടി വരുന്നുണ്ടോ? പേടി വരുത്താം. 7 of flower ഒരാളോട് വരാമോ? ഒരു കഴിയട്ടെ. കുഴപ്പമില്ല. പിന്നെ വിളിക്കാം ഉണ്ട് ലയോ വീണ്ടും അപ്പു പാടല്ലേ? ഓക്കെ, പാടം ചെയ്യുന്നത് പാടം കൈ കാണിച്ച് ജസ്റ്റ് കൈ കാണിച്ച് മോനൊന്ന് കൈ കാണിക്കാം. ഇത് നമുക്ക് ഫേസ് അപ്പ് ചെയ്തിട്ട് 7 of ഡയമണ്ട് അല്ലേ? ഇത് ഇവിടെ വെക്കാം. മോൾ ആ കായ് കൈ വെച്ചിട്ട് ഇത് അടച്ചു. ഇതിനകത്തേക്കോ പുറത്തേക്കോ ഒരു സാധനം പോകരുത്. ഇങ്ങനെ തിരിഞ്ഞു. അകത്തേക്കോ പുറത്തേക്കോ ഒരു സാധനം പോകരുത്. ഇനിയുള്ളത് ഏതാ? 7 of flower. ജസ്റ്റ് ഇത് ഫേസ് ഡൗൺ ചെയ്തിട്ട് വെക്കാമാണ്. അടച്ചു വെച്ചു. ഇതിനകത്തുനിന്നും അകത്തുനിന്നും പുറത്തുനിന്നും ഒന്നും പോകരുത്. ഇതൊന്നുമില്ലല്ലോ. ഇനി ഇതിനകത്ത് വേറെ ഓറയുണ്ടെന്നൊന്നും പറയരുത്. ആക്ച്വലി ഇത് പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഏതൊക്കെയാ കാർഡ് വെച്ചേക്കുന്നതിനകത്ത്? മോളുടെ കയ്യിലെടുത്ത കാർഡ് പറഞ്ഞാൽ മതി, തുറക്കരുത്. ഓക്കെ, ഏതാ കാർഡ്? 7 of ഡയമണ്ട് ആണ് മോളുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് 7 of ഫ്ലവർ ആണ് ഇരിക്കുന്നത് അല്ലേ? ആക്ച്വലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ തുറക്കരുത്. രണ്ടുപേരും കൈ തുറക്കരുത്. ആക്ച്വലി ഈ 7 of flower അല്ലേ, നേരത്തെ നമ്മൾ 7 of flower പ്രശ്നമുള്ളതെന്ന് പറഞ്ഞേ. അതിന് പ്രശ്നക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ജസ്റ്റ് ഇവിടെ നിന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? കാർഡുണ്ടില്ലേ? അത് വന്ന് നോക്കാം. വ്യക്തം പറഞ്ഞേ. 7 of ഫ്ലവറിനെ കണ്ടില്ല? 7 of flower ഡയമണ്ടിന്റെ പുറകിൽ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് തമാശയല്ല, മാജിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ സംഗതി അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവന്റെ രൂപം ഇതിനകത്ത് എന്തായി കാണും? ഇതിനകത്ത് എന്തായിരുന്നു നമ്മളെ മോനെ? എന്തായിരുന്നു നേരത്തെ വെച്ചതെന്തായിരുന്നു? 7 of flower ആയിരുന്നു നമ്മൾ ഇതിനകത്ത് വെച്ചിരുന്നത്. ആ കാർഡാരും മറക്കരുത് കേട്ടോ, 7 of flower. അതാണ് ഇച്ചിരി പ്രശ്നക്കാരൻ. തുറന്നു, ഓപ്പൺ ചെയ്തു. അവൻ അവിടെ നിന്ന് പോയി അല്ലേ? താങ്ക് യു. രണ്ടുപേർക്കും തലമുണ്ടായി തരാം. ഇവിടെ കടന്നു വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ മധുരം കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ മുട്ടായി വേണ്ടവരൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ?
ഓക്കെ വൈകിട്ടൊരു കുത്തു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കുത്തു കൊടുക്കുന്നത്. റൈറ്റിലേക്ക് ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം നോക്കാം. ഓക്കെ ആണോ? അപ്പം 3 കുത്ത് ടീച്ചർ കുത്തിയിട്ടുണ്ട്. 1 നടുക്കും 2 താഴും. കൈ മാത്രം കുത്തിയിട്ടില്ല അല്ലേ? ടീച്ചർക്ക് മനസ്സിലേക്ക് വന്നില്ലേ? എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അറിയാമോ? തോന്നുന്നുണ്ട്. ഇല്ല, ഞാൻ പരീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാം. ഓക്കെ ആയിരിക്കും. കിട്ടുമോ? ഒരെണ്ണത്തിനൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. 50 രൂപ കിട്ടുമായിരിക്കും. കിട്ടുമായിരിക്കും. കിട്ടത്തില്ലായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അതൊക്കെ എടുപ്പിച്ച് നോക്കാം അല്ലേ? ജസ്റ്റ് ഓരോരുത്തര് കണ്ണടച്ചിട്ട് എടുക്കണം. ഇല്ല കളർ നോക്കിയിട്ട് എടുക്കരുത്. കണ്ണടച്ചിട്ട് ഏതെങ്കിലും എടുത്തു. ഓക്കെ, കൈ വെച്ചോളൂ. കണ്ണ് തുറന്നോളൂ, കൈ വെച്ചോളൂ. ഓക്കെ, തുറന്നോളൂ. കണ്ണ് നോക്കണ്ട. ഓക്കെ, തുറന്നു. ഓക്കെ, എല്ലാവരും ആ മുട്ട കയ്യിൽ തന്നെ വെച്ചേക്കുക. ഓക്കെ, 4 മുട്ട ഉണ്ടായിരുന്നു അല്ലേ? സായി ഉണ്ടാവും. സായി നമ്മുടെ പി സി സായി ഇതിനകത്ത് ഇനി 1 മുട്ട മാത്രമേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് ഒരു 50 രൂപ കിട്ടുമെന്ന് സായിക്ക് തോന്നുന്നുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടോ? ഉറപ്പാണ്. എന്താ കോൺഫിഡൻസ് വരാൻ കാരണം? ഓക്കെ, അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് തരാം. ഞാൻ അതിനകത്ത് ഈ 50 രൂപ വെച്ചേക്കുന്നത് അല്ലേ? അപ്പൊ എനിക്കറിയാമല്ലോ ഏത് മുട്ടയ്ക്കകത്ത് വെച്ചേക്കുന്നത്. ഈ 4 പേർക്ക് നമ്മൾ കൊടുത്തായിരുന്നു അല്ലേ? ഒരു മുട്ടയ്ക്കകത്ത് മാത്രമാണ് 50 രൂപ ഉണ്ടായിരുന്നത് അല്ലേ? അത് ഈ മുട്ടയ്ക്കകത്താണെന്ന് ഞാൻ പറയുന്നു. വിശ്വാസം, ആ വിശ്വാസവും കൂടി എടുക്കാം. അവിശ്വാസമാണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അത്ര വലിയ വിശ്വാസം ഇല്ലല്ലോ. മോള് ജസ്റ്റ് ഈ മുട്ട ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ആരും ഓപ്പൺ ചെയ്യരുത്. ജസ്റ്റ് എല്ലാവരും കൈ വെക്കുക. മോള് ജസ്റ്റ് എന്നിട്ട് ഓപ്പൺ ചെയ്ത് ഒന്നുമില്ല അല്ലേ? ഇത് കാര്യം എന്തായിരുന്നു? കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. 5 എണ്ണത്തിനകത്ത് കിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് കുറവാണ് അല്ലേ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസും വന്നിട്ടുള്ളൂ. ആ കോൺഫിഡൻസ് കൊണ്ടാണ് ഇതിനകത്തൊന്നും ഇല്ലാതായി പോയത്. മോളൊന്നും ഉണ്ടോ? ഇല്ല. കിട്ടണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഓ, എനിക്കൊന്നും കിട്ടാനില്ല, വേറെ ആർക്കും കിട്ടുമായിരിക്കും അല്ലേ? ആ കോൺഫിഡൻസ് ഇല്ലായ്മ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇല്ല അല്ലേ? നോക്കിച്ചത് ഇല്ല. സൈ നോക്കിയോ? ഓക്കെ ആണോ? മനസ്സിലായോ? കോൺഫിഡൻസിനോട് കൂടി നമ്മളൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യണം. കോൺഫിഡൻസോട് കൂടി 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ സായിക്ക് ഇത് സമയത്ത് അല്ലേ? ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാമെന്ന് വെച്ചിട്ട് അന്ന വേണ്ട ഇന്ന് വേണ്ട നാളെ പോവാം, ഈ മടിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കരുത്. നമ്മളെല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ആയിട്ട് ഭയങ്കര ഇരിക്കണം എന്നാണ് ഞാനൊന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അതേപോലെ തന്നെ മെന്റലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്റെ മനസ്സൊന്ന് വായിക്കാവോ? നമുക്ക് ആരെങ്കിലും മനസ്സ് വായിക്കാൻ നോക്കിയാലോ? മനസ്സ് വായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. മെന്റലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കല്ലേ? നമുക്ക് ടീച്ചർ എടുക്കല്ലേ? ചേട്ടാ ഓക്കെ, നമുക്ക് സോജനങ്ങൾക്ക് ഒരു കാര്യം നോക്കാം. സോജന, ഇതിനകത്ത് കുറെ സെലിബ്രിറ്റീസിന്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ? നോക്കിയോ, ഇങ്ങോട്ട് ഇതിനകത്ത് കുറെ സെലിബ്രിറ്റീസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ടില്ലേ? മനസ്സിലായി? ഓക്കെ, ജസ്റ്റ് ഇതിനകത്ത് കുറെ ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും നോക്കാം. സൂര്യ, പൃഥ്വിരാജ്,
അല്ലേ? കുറെ എഴുതിയിട്ടുണ്ട്. ചേട്ടന് ഇഷ്ടമുള്ള ഒരു പേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മൈൻഡ് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്തൊരു ആ ആക്ടറുടെ പേര് കാണുമായിരിക്കും. അത് മാത്രം ഒന്ന് മൈൻഡ് ചെയ്ത് ചെയ്യുക. ഓക്കെ? ഇതിനകത്ത് പറയണ്ടല്ലോ, മിക്സർ അല്ലേ ഇതിനകത്ത്? മിക്സർ ഐറ്റം അല്ലേ? ഓക്കെ, ചേട്ടൻ ഒന്ന് റിലാക്സ് ചെയ്യുക. ഇഷ്ടമുള്ള ഒരു പേജ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒറ്റ പേജ് ഓപ്പൺ ചെയ്തു നോക്കിയോ? നോക്കിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ജസ്റ്റ് ആ ഒരു ആക്ടറുടെ പേര് മാത്രം മനസ്സിൽ ഇനി വെക്കാവുള്ളൂ. ആ ആക്ടറുടെ പേര് മാത്രമേ മനസ്സിൽ കൊണ്ടുവരാവുള്ളൂ. ഇനി ഇപ്പൊ ഇതിനകത്ത് ആക്ടറെ കണ്ടിട്ടുണ്ടോ? ചേട്ടൻ ഇരുന്നോളൂ. നമുക്ക് വേറെ ഒരാളെ ആരെങ്കിലും നോക്കാം. ഒരാളെ സാമിയെ തന്നെ നോക്കാം. സാമി ഇതിനകത്ത് മിക്സറായിട്ട് കുറേ ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇഷ്ടമുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തോളൂ. അത് മാത്രം നോക്കിക്കോളൂ. മോൻ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണണ്ട. ഓക്കെ അല്ലേ? ആക്ടറുടെ പേരുണ്ടായിരുന്നല്ലേ? ആക്ടറെ അറിയാവോ? അറിയാം. ജസ്റ്റ് മൈൻഡിൽ മാത്രം വെക്കുക. ആക്ടർ ഫസ്റ്റത്തെ ലെറ്റർ ഒന്ന് മൈൻഡിൽ നോക്കുന്നത്. ഫസ്റ്റത്തെ ലെറ്റർ മാത്രം മൈൻഡിൽ കൊണ്ടുവരിക. പറയണ്ട, മൈൻഡിൽ കൊണ്ടുവരിക. ഓക്കെ, മൈൻഡിൽ മാത്രം കൊണ്ടുവരിക. ഫസ്റ്റിലത്തെ ലെറ്റർ വേണ്ടിയുണ്ടോ? ഒന്ന് പറയാമോ? ജെ. ഇതാണ് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് അല്ലേ? ജഗതിയുണ്ട്, ജയസൂര്യുണ്ട്, ജയറാമുണ്ട്. ലാസ്റ്റിലത്തെ ലെറ്റർ മാത്രം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലത്തെ ലെറ്റർ മാത്രം ആലോചിക്കുന്നുണ്ടോ? മൈൻഡ് നന്നായിട്ട് മൈൻഡില് മനസ്സിൽ ഒച്ചത്തിൽ പറഞ്ഞു. മൈൻഡിൽ മാത്രം, മൈൻഡിൽ മാത്രം. ലാസ്റ്റ് ലെറ്റർ ഒന്ന് പറയാമോ? എം. ഫുൾ ലെറ്റർ ഒന്ന് പറയാമോ? ആ, ജയറാമാണോ? ആണോ? അറിയില്ലേ? കൊള്ളാമോ? ആണോ? മുട്ടായി തന്നില്ലേ? ടീച്ചറിന്റെ മൊബൈൽ ഫോൺ ഉണ്ടോ? ആ മൊബൈൽ ഫോൺ ഞാനൊരു പ്രഡിക്ഷൻ ഫസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ചെറിയ ഡിലേ ലാഗൊക്കെ വരും. ആ സമയത്ത് എല്ലാവരും നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ വരുമോ? അതാണ് ചെറിയ ഡിലേ ഒക്കെ വരും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാൻ യൂട്യൂബില് ഒരു പ്രഡിക്ഷൻ എഴുതാൻ പോകുന്നു. ഓക്കെ, ടീച്ചറുടെ സ്ഥലമാണോ ടീച്ചറെ? മാവേലിക്കര. മാവേലിക്കര പ്രശസ്തമായിട്ടൊരു അമ്പലമുണ്ടല്ലോ, ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ. പിന്നെ ഓക്കെ, എപ്പോഴാണ് ടീച്ചറിലൂടെ? എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതിന്റെ സൗണ്ട് കുറയ്ക്കുവാണ് ടീച്ചറെ. സൗണ്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. ജസ്റ്റ്
ജസ്റ്റ് ഇതിനകത്ത് ഞാനൊരു പാട്ട് എടുക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ഇത് പരിപാടി ചെയ്തായിരുന്നു അല്ലേ? പരസ്യം വന്നുകൊണ്ടിരിക്കും. പരസ്യം ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ടീച്ചർ ലോക്ക് ചെയ്ത് ടീച്ചർ കൈ തന്നെ വെച്ചോളൂ. ജസ്റ്റ് എൻ്റെ ഫോണിനകത്ത് ഞാൻ അന്ന് പണ്ട് ചെയ്തത് കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഇതിനകത്ത് ഒരു നോട്ടുണ്ട്. ഇതിനകത്ത് മലയാളം പാട്ടുകളുണ്ട്. 1 തൊട്ട് 99 വരെ കുറെ പാട്ടുകൾ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ടീച്ചർ ചെയ്യുന്നത് ഇത് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ക്ലാസ് ചെയ്തില്ല. മൈൻഡ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചു നോക്കണം. പറയാൻ പറഞ്ഞിരിക്കണോ? വേണ്ട, മൈൻഡ് റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നോക്കിക്കണം. ടീച്ചറുടെ മനസ്സിലുള്ള ഒരു സാധനം എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഞാൻ അതേപോലെ തന്നെ എന്റെ മനസ്സിലുള്ള ഒരു ചിന്തയെ ടീച്ചർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു സാധനം വിശ്വാസമില്ലല്ലോ. നമ്മൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന ബിലീഫ് സിസ്റ്റം ഇല്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്കൊരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ബ്രെയിനില്. നമ്മൾ നാളെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പൈപ്പ് തോട്ടത്തില്ലേ, പൈപ്പ് ഇങ്ങനെയല്ലേ തോട്ടുന്നേ, അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ലോങ് ടൈം മെമ്മറി ഉണ്ട്. ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുക. അതിന് ഘടകവിരുദ്ധമായിട്ടൊരു സാധനം ഒരാൾ കാണിച്ചാലോ പറഞ്ഞാലോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ മനസ്സിലുള്ള ഒരു സാധനത്തെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇതിനകത്ത് ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ടീച്ചറിന്റെ ഫോണിനകത്ത് ഞാനൊരു പാട്ട് പ്രഡിക്ഷനും വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ടീച്ചർ എന്നെ നോക്കുക. ടീച്ചറുടെ മൈൻഡിലേക്ക് ഇപ്പൊ വരുന്ന ഫസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാം. ഫസ്റ്റ് നമ്പർ 24. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെന്നല്ലോ അതിന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ഓഫ് പാട്ടുകൾ കാണിച്ചായിരുന്നല്ലേ? ടീച്ചർക്ക് ആ ഒരു നമ്പറുമായിട്ട് തന്നെ മുന്നോട്ട് പോകാവോ? ഓക്കെ ആണ്, ഇങ്ങോട്ട് നോക്കാം. മലയാളം പാട്ടുകൾ അല്ലേ? 24 ഒരു പാട്ട് കാണാൻ പറ്റുമോ? സ്ക്രോൾ ചെയ്ത് നോക്കണേ. സൂം ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോളൂ. 24 ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഉണ്ട്. ആ പാട്ട് വേറെ ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതായിട്ട് എല്ലാം വേറെ വെറൈറ്റി പാട്ടുകളാണ്. എല്ലാം വെറൈറ്റി പാട്ടുകളാണ്. 24 മാത്രം ഒരു പാട്ട് ടീച്ചർ കണ്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് പറയാമോ? പാട്ട് പാടാൻ അറിയാമോ? പാടാൻ അറിയാമോ? പാടാൻ അറിയാമെന്ന് വെച്ച് വിടാം. പാടാവോ? ഇല്ല, ജസ്റ്റ് എല്ലാവരും പറഞ്ഞു കണ്ടെന്നുള്ളത്. 24 മിന്നൽ റോള കയ്യിലിട്ട പെണ്ണഴകി, അതാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് വേറെ ആ മിന്നൽ റോള വേറെ നമ്പറിലൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഫോൺ ഇവിടെ വെക്കാം നമുക്ക്. ടീച്ചറുടെ ഫോണിനകത്ത് ഞാനൊരു പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർക്ക് അത് ഓപ്പൺ ചെയ്യാവോ? നേരത്തെ കണ്ട അതേ വീഡിയോ തന്നെ ആയിരുന്നു അത്. ജസ്റ്റ് പാട്ടൊന്നും കേട്ടാ. ആണോ? മിന്നൽ റോള കയ്യിലിട്ട പെണ്ണഴകി. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് 24 ടീച്ചർ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ എന്റെ പ്രഡിക്ഷൻ പൊട്ടിപ്പോത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? ഇല്ലേ? ടീച്ചർക്ക് 24 എങ്ങനെ പറയാൻ തോന്നിയത്? മനസ്സിലേക്ക് ഒന്നും വന്നതാണ്, പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ? അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. ടീച്ചർ ഒരു സെലിബ്രിറ്റിയെ പറ്റി ആലോചിക്കാം. പറയണ്ട, ഏതെങ്കിലും സെലിബ്രിറ്റി, മലയാളിയോ, സെലിബ്രിറ്റി മീൻസ്
നമുക്ക് സിനിമാ നടന്മാർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ കാണാം, അല്ലെങ്കിൽ സ്പോർട്സ് ഉള്ള ആൾക്കാരെ കാണാം. ആരെങ്കിലും ഒരു സെലിബ്രിറ്റിയെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആരെങ്കിലും അവർക്ക് അറിയാവുന്ന ആളായിരിക്കണം. ജസ്റ്റ് ഗൂഗിളിൽ ഇതൊന്നും ആരെ തീരുമാനിച്ചു. ജസ്റ്റ് ഗൂഗിളിൽ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ആരെ കാണിക്കണ്ട, ടീച്ചർ തന്നെ ഇരുന്നിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ഫോട്ടോ വരുന്നുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ പറയണം. വന്നു. അതിലേതെങ്കിലും ഒരു ഇമേജ് ഒന്ന് സെലക്ട് ചെയ്തു. കാണിക്കണ്ട, ആരെയും കാണിക്കണ്ട. ആരും കണ്ടിട്ടുണ്ടോ ടീച്ചറെ? ആരും കണ്ടോ? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. പുരുഷൻ കണ്ടിട്ടുണ്ടോ? ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ടീച്ചർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു, ഫോൺ ലോക്ക് ചെയ്തു. നമുക്ക് ലാസ്റ്റ് കാണിക്കാം കാര്യം. ടീച്ചറുടെ മനസ്സിൽ മാത്രമല്ലേ. ജസ്റ്റ് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. ജസ്റ്റ് ടീച്ചർ ആ മൈൻഡിൽ ആ ഒരു പേര് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുവാണ്. ഇപ്പൊ ടീച്ചർ മാത്രമാണ് അറിയാവുന്നത്. ടീച്ചറുടെ മൈൻഡിൽ മാത്രമുള്ളൊരു പേരാണ്. എനിക്കറിയത്തില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യുന്നതിന് കണ്ണിലൂടെ നോക്കുമായിരുന്നു അല്ലേ? ഈ ടൈമിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ടീച്ചറുടെ മൈൻഡിലുള്ള സംഗതി മൈൻഡിൽ തന്നെ കിടക്കുവാണ്. ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടില്ലല്ലോ. ജസ്റ്റ് ഞാനും ഒരു ഇമേജ് ഇവിടെ എടുത്തു വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇവിടെ ഇത് നോക്കാം. ഓക്കെ, ടീച്ചറുടെ മൈൻഡിൽ മാത്രമായിട്ട് തോന്നിയ ആ ഒരു ആള്, ആ ഒരു പേര് അല്ലേ? എനിക്കറിയാൻ പറ്റുമോ ടീച്ചറെ? എനിക്കറിയാൻ പറ്റുമോ? എന്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമെന്ന് പറയുന്നത്? ഞാൻ മൈൻഡ് റീഡർ ആയതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇതൊന്ന് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിക്കാവോ? ആ പേരൊന്ന് പറയാവോ? പറഞ്ഞോ. ടീച്ചർ പേര് പറഞ്ഞോ. ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയാണോ വേണ്ടത്? താങ്ക് യു. ടീച്ചർക്ക് ഉണ്ടായി. എങ്ങനെ ഉണ്ടായിരുന്നു മൈൻഡ് റീഡിംഗ്? മൈൻഡ് റീഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും നോക്കും. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ജസ്റ്റ് ഇത് ഞങ്ങൾക്ക് അയക്കുന്ന എങ്ങനെയാണ് ടീച്ചറെ? ജസ്റ്റ് കറക്കൂ അല്ലേ? ഞാൻ സാധാരണ ഈ നെറ്റ് അയക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. നോക്കുക. ഞാനിവിടെ സ്വിച്ച് ഒന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. അവർക്കെല്ലാം കൊടുത്തേ. അതിനകത്തൊരു സ്വിച്ച് വെച്ചിട്ടുണ്ടോ നോക്കി. ഓളയാണെന്ന് പറഞ്ഞു. നമുക്കൊരു എനർജി ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് നോക്കി നോക്കാം. എന്റെ കൈ അനങ്ങുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. കൈ അനങ്ങുന്നില്ലല്ലോ. താക്കോൽ അനങ്ങുന്നുണ്ടോ? ആർക്കാ കണ്ടേ? നോക്കട്ടെ. കോൺസെൻട്രേഷൻ
എന്റെ കയ്യിലല്ലോ. പത്ത് സെക്കൻഡ് എല്ലാരും. ഓക്കെ, നിങ്ങളുടെ കയ്യ് ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പിടിക്കുക. ഒരു കൈയിൽ ഇങ്ങനെ പിടിക്കുക, ഒരു കൈ താഴോട്ട് പിടിക്കുക. ഓക്കെ, ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുന്ന ഈ കയ്യിൽ ചിന്തിക്കുക, ഒരു ഹൈഡ്രജൻ ബലൂൺ വെച്ചേക്കുക. ജസ്റ്റ് മൈൻഡിൽ മാത്രം ചിന്തിക്കുക, ഒരു ഹൈഡ്രജൻ ബലൂൺ ഈ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ കയ്യില്ലേ ഇങ്ങനെ വെച്ചേക്കുന്നേ, ഇതിനകത്ത് കുറച്ച് ഒരു ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ചേക്കുക. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക മനസ്സിൽ. ഈ കയ്യിലുള്ള ഹൈഡ്രജൻ, ഈ കയ്യില് ബക്കറ്റിന്റെ വെയിറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇനി എല്ലാവരും കയ്യിൽ നേരെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഓക്കെ, മൈൻഡ് കാണാൻ എന്നിട്ട് ഞാൻ പറഞ്ഞ അതേപോലെ ഒന്ന് നോക്കിയേ. ഒരു കയ്യില് ബക്കറ്റും ഒരു കയ്യില് ബലൂണും അല്ലേ? ആ ഹൈഡ്രജൻ ബലൂണിന്റെ ആ വെയിറ്റ് കാരണം കൈ മുകളിലേക്ക് പോകും, മറ്റേ കയ്യ് വെള്ളം കാരണം താഴേക്ക് വരും. ചിന്തിക്കുക, ഞാൻ ഹൈഡ്രജൻ ബലൂണ് രണ്ടെണ്ണം കൂടെ കൂട്ടി നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. പഴയതിനേക്കാളും കൂടുതലായിട്ട് അത് പൊങ്ങിക്കൊണ്ടിരിക്കും. ബക്കറ്റിനകത്ത് വീണ്ടും ഞാൻ വെള്ളം കോരി ഒഴിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ബക്കറ്റിന്റെ കയ്യ് താഴോട്ട് വരും. മൈൻഡിൽ എത്രത്തോളം നമ്മൾ ചിന്തിക്കുന്നോ അത്രത്തോളം നമ്മൾ സംഭവിക്കും. ജസ്റ്റ് മൈൻഡിൽ ചിന്തിക്കുക. ബലൂണിന്റെ എണ്ണം ഞാൻ പിന്നെയും കൂട്ടി, കൈ മുകളിലേക്ക് പോകും, വെള്ളം വീണ്ടും വീണ്ടും കോരി ഒഴിക്കുകയാണ്. വീണ്ടും വീണ്ടും മൈൻഡിൽ ചിന്തിക്കുക. മോള് അവിടെ പോയിരുന്നു, മോൻ പോയിരുന്നു, ഇരുന്നു. ഇപ്പൊ 4 പേര് ഇപ്പൊ ക്ലിയർ ആയില്ലേ? നേരത്തെ പറഞ്ഞതിനകത്തൊന്ന്. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു എക്സ്പീരിയൻസ് നോക്കാം. മോന്റെ പേരെന്താ? കാശിനാഥ് ചെയ്യേണ്ടത് ഒന്ന് കണ്ണടച്ച് ലൂസാക്കി, കൈയൊക്കെ ലൂസാക്കിയിട്ട് നിൽക്കുക. ഓക്കെ, മൈൻഡിൽ അങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം മൈൻഡിൽ ചിന്തിക്കുക. ജസ്റ്റ് ഒരു വലിയൊരു പൂന്തോട്ടം, നല്ലൊരു പൂന്തോട്ടത്തിന്റെ നടുക്കാണ് കാശിനാഥ് നിൽക്കുന്നതായിട്ട് മൈൻഡിൽ കാണുക. ഒരു പൂന്തോട്ടം കാണുന്നില്ലേ കാശിനാഥ്? പലതരത്തിലുള്ള പൂക്കളുണ്ട് അവിടെ അല്ലേ? ഇഷ്ടമുള്ള പൂവും ആ കൂട്ടത്തിലുണ്ട് അല്ലേ? എല്ലാ പൂക്കളും ഉണ്ട്. ആ പൂക്കളുടെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് നിന്ന് കാശിനാഥിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണമുള്ള ഒരു പൂവ് ഇപ്പൊ പിച്ചുന്നോ? ജസ്റ്റ് കൈ കൊണ്ട് പിച്ചിക്കും. എടുത്തു. 2 കൈക്കും ഉള്ളില് ആ പൂവിന്റെ 2 കൈയുടെ ഉള്ളില് പൂ വെക്കുക. എന്നിട്ട് റബ്ബ് ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് ആ പൂവ് അരിക്കുവാണ്. നന്നായിട്ട് ചൂടാകുന്ന രീതിയിൽ റബ്ബ് ചെയ്തു. ഓക്കെ ആണോ? ഏതായിരുന്നു കാശിനാഥ ആ പൂവ്? റോസാപ്പൂവാണ്. ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്ത് നോക്കാവോ? എന്താ റോസാപ്പൂവിന്റെ സ്മെല്ലുണ്ടോ? കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ വില കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. കാശിനാഥിന് മാത്രം റോസാപ്പൂവിന്റെ മണം കിട്ടി. മനസ്സിലാകുന്നുണ്ടോ ഇതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ? ഇല്ല. മൈൻഡ് വെച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ അതിന്റെ ഒരു സംഭവം കാശിനാഥ് കാലിനരച്ചോ, ലൂസ് കാലിനരച്ചോ, ജസ്റ്റ് സോഷ്യൽ ഒന്നും ബൈക്കിലോട്ട് നിൽക്കാവും. ലൂസാക്കി, കൈ ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് വീഴും. ലൂസാക്കി ഇടുക. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ നെറ്റിയുടെ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ജസ്റ്റ് കണ്ണടച്ചു. നീ കണ്ണു തുറക്കല്ലേ? ജസ്റ്റ് പുറയിലോട്ടൊക്കെ പോകേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ പുറയിൽ പിടിക്കാൻ ആളുണ്ട്. ജസ്റ്റ് വയ്ക്കൂ. കാര്യം പുറത്ത് വെക്കണ്ട. ജസ്റ്റ് അങ്ങനെ തന്നെ കാര്യം വെച്ചു. കാര്യം നേരെ വെച്ചു.
നേരെ വെക്കും. കാല് നേരെ വെച്ചു. കാല് നേരെ വെച്ചു. ചേർത്ത് വെച്ചു. ഓക്കെ, ഇങ്ങോട്ട് നോക്കി കണ്ണു പോകുന്നു. പുറയിലേക്ക് പോവുകയാണെങ്കിൽ പിടിക്കാനാണുള്ളത്. ജസ്റ്റ് ഇങ്ങനെ പുറയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് പിടിച്ചതിന് ചോദിച്ചാൽ ഹലോ, കാല് പുറത്ത് പോകണം. ജസ്റ്റ് ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, വീഴത്തില്ല, പിടിക്കാനാവുന്നു. ഓക്കെ ആണോ? ജസ്റ്റ് കണ്ണിലേക്ക് നോക്കുക. കണ്ണടച്ചു. നെറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം എടുക്കുക. എന്തെങ്കിലും തോന്നിയായിരുന്നോ? വീഴുന്നത് തോന്നി. എന്തോ പിടിച്ചു നിന്നത് ഞാൻ പറഞ്ഞില്ല. കുറെ ആളുകൾ വന്നു. ഓക്കെ, ഒന്നുമില്ല, പേടിക്കണ്ട. പേടിയുണ്ടോ? പേടിയൊന്നും വേണ്ട. പുറകിലോട്ട് വീഴുവാണെങ്കിൽ പിടിക്കാനാവുന്നത്. നോക്കി ജസ്റ്റ് കാല് പുറകോട്ട് വെക്കണ്ട. ഇങ്ങനെ പുറകോട്ട് വെക്കണ്ട. ഇങ്ങോട്ട് വീഴാൻ പിടിക്കാൻ നേരെ നിന്നോ. പുറകോട്ട് വീഴണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണോളൂ. പിടിക്കാനാളുണ്ട്. ഓക്കെ അല്ലേ? നോക്കാം. നെറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എല്ലാവരും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? മോള് കാര്യം നേരെ വെച്ചു. പുറകോട്ട് വീഴണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ആളുണ്ട്. കാൽ പുറകോട്ട് വെക്കണ്ട. ഓക്കെ അല്ലേ? ചെയ്യാൻ ആളുണ്ട്. പേടിക്കണ്ട. വീഴത്തില്ല. ഓക്കെ അല്ലേ? ശ്വാസം എടുത്തോട്ടെ. പുറത്തൊക്കെ പോകുന്ന കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കണ്ണടച്ചോളൂ. നെറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നെറ്റിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരി. മനസ്സിലായി? പേടിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മേലെ കാണുന്ന രീതിയിൽ. പേടിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? കണ്ടിട്ട് അത് ഫലം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ടീച്ചർമാർക്ക് തോന്നുന്നുണ്ടോ? എനർജി എങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി ഉണ്ടെങ്കിൽ ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങിക്കോളൂ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മി നമ്പർ പോയിട്ടിരുന്നോ? ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക. ഈ ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കുക. ഓക്കെ. അപ്പൊ ഉറക്കം വരും. ഉറങ്ങു കാണുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ഭാഗം ശ്വാസം എടുത്തോട്ടെ. ശരീരം മൊത്തം ലൂസ് ആക്കിയിരുന്നേ. ശ്വാസം എടുക്കുക. ചെറുത്തി വിടുക. ഓക്കെ, ആ ഒരു ഭാഗം മാത്രം. ഓക്കെ, ആ ഒരു ഭാഗം
എൻ്റെ കൈ ഇങ്ങനെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഒരു സ്ട്രെയിനൊക്കെ കണ്ണിന് പോകും. ഉറക്കത്തിൻ്റെ ഒരു ലാൻസിന് ചെറുതായിട്ട് വരുന്നു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോട്ടെ. ആദ്യം ഈ ഫസ്റ്റിലേക്ക് പോവുക. കണ്ണിലേക്ക് തന്നെ നോക്കുക. എൻ്റെ കയ്യിലേക്ക് തന്നെ നോക്കുക. ആദ്യത്തേക്ക് ശ്വാസത്തിലേക്ക് കണ്ണുകൾക്ക് ഒരു ഭാരം അനുഭവപ്പെടും. കണ്ണുകൾ പൊടിക്കാതെയും എൻ്റെ കയ്യിൽ എപ്പം നെറ്റിക്ക് തൊട്ടുന്നു ആ സമയത്ത് ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പം നോക്കുക. ഓക്കെ, നോക്കട്ടെ. കൈയടുത്ത് വരുന്നതനുസരിച്ചിട്ട് ഉറക്കത്തിൽ കാഴ്ചയുണ്ട്. എത്ര എൻ്റെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു ഉറച്ചു വീഴും. സ്ലീപ് ഇല്ല, എഴുന്നേൽക്കും. മൂന്ന് പോത്തില്ല. കൈക്ക് ലൂസാക്കില്ല. ശരീരം പിടിയടി പുക പിടിയല്ലേ. എൻ്റെ കൈകൾ കണ്ണുകളിൽ പാടങ്ങളും കണ്ണുകളും മോള് കൊടുക്കുന്നേ. ഇനി ആരാണ് കൊണ്ടുപോകാം. എന്തെങ്കിലും തോന്നിയാണോ? പിന്നെന്താ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ശ്വാസം എടുത്ത് വിട്ടു. സപ്പോർട്ട് ചെയ്യും. ഞാൻ പിടിച്ചോളാം. അത് ആരെങ്കിലും കിട്ടുമെന്ന് തോന്നണം. ജസ്റ്റ് ആ സ്പീഡിലേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാർ ഭയങ്കര ഭാഗ്യവാന്മാരാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ
വേറെ ആർക്കാണ് നോക്കാം. ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ ക്രിസ്തി ഭാഗത്ത് നോക്കുക. ലൂസാക്കിയില്ല, ലൂസാക്കി ശരീരം മൊത്തം ലൂസാക്കിയിട്ട് ശ്വാസമെടുത്തുള്ള ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കുക. ഉറക്കം വരുവാണെങ്കിൽ കണ്ണുകൾ ഓരോ ശ്വാസം റെസ്പെക്ട് ചെയ്യണം, പിടിച്ചു നിർത്താൻ നോക്കണം. റെസ്പെക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ തരുന്നു. ഓക്കെ പേരുണ്ട് ശ്വാസമെടുക്കുക. ഞാനിങ്ങനെ കൈ കാണിച്ചിട്ടുള്ള മുകളിലോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്കുക, താഴോട്ട് വേണമെങ്കിൽ വിടുക. ഇങ്ങോട്ട് നോക്കും. 2 plus 2 is 4. 4 plus 2 6. 6 plus 4 is 6. വളരെ ഡീപ്പായിട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കി കണ്ണുകളാണ് നോക്കാം. സ്ലീപ്പിലേക്ക് പോകും. ഇവിടെ കോൺഷ്യസ് ആകുന്നില്ല. ഇവിടെ എത്ര ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ലേ? പേടിക്കണ്ട. ഓരോ ശ്വാസത്തിലും ഓരോ റിലാക്സ് ആകുന്നത്, ഓരോ ശ്വാസം എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ റിലാക്സ് അളഞ്ഞു അങ്ങനത്തെ കയ്യിൽ കിട്ടിയത് മാത്രം നോക്കുക. ശ്വാസം എടുത്ത് വിടുക. ശബ്ദം ഉണ്ടാക്കരുത്. കണ്ണുകൾ അടഞ്ഞു വരും. അടയുന്നത് അടയട്ടെ. ശ്വാസം എടുത്ത് ഓരോ ശ്വാസം എടുത്ത് വിടുന്ന സമയത്ത് ബോഡി എല്ലാം റിലാക്സ് ആകുന്നുണ്ട്. ഫുള്ളി ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. കൈകൾ നെറ്റിയിലേക്ക് അടുപ്പിക്കുന്നതനുസരിച്ച് ഉറക്കത്തിലേക്ക് പോകും. ഡീപ്പർ സ്ലീപ്പിലേക്ക് പോകും. ഓരോ ശ്വാസം എടുത്ത് വിടുന്ന സമയത്ത് ആ സ്ലീപ്പിലേക്ക് പോകും. ഓട്ടോ വളരെ ഡീപ്പർ സ്ലീപ്പ്. ഡീപ്പായിട്ട് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഭയങ്കര ഡീപ്പർ സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ സമയവും ഡീപ്പർ സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീപ്പർ ശ്വാസം എടുത്ത് വിടുന്ന സമയത്ത് ഫുള്ളി റിലാക്സ് ആകുന്നുണ്ട്. പേടിക്കണ്ട. എന്ത് കിട്ടി? പിന്നെ ശ്വാസം എടുത്തിട്ട് എന്ത് പറ്റി? എളുപ്പം കോൺഷ്യസ് ആയിരുന്നു. ശ്വാസം എടുത്തോട്ടു. എന്തിനാ ഈ ശ്വാസം എടുത്ത് വിടുന്നതെന്ന് അറിയാവോ? ടീച്ചർക്ക് പറയാവോ? ഈ നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജൻ അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഓക്സിജൻ. നൈട്രജൻ 78% നൈട്രജനാണ്. 21% മാത്രമേ ഉള്ളൂ നമുക്ക് ഓക്സിജൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോൾ റിലാക്സേഷൻ ഫീൽ ചെയ്യും. നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്വാസം എടുത്ത് വിടാൻ ബ്രെയിനിൽ നിന്ന് റിലാക്സ് ആകാൻ വേണ്ടി. ഓക്കെ, പേടിക്കണ്ട.
അങ്ങളുടെ കൈ ഇങ്ങനെ അടുത്തോട്ട് വരുന്നതനുസരിച്ച് ഏത് സമയം ആ കണ്ണിലേക്ക് ശ്വാസം എടുത്തിട്ട് ശ്വാസം എടുത്തിട്ടുക. ഓരോ ശ്വാസം എടുത്ത് വരുന്നതനുസരിച്ച് ബോഡി റിലാക്സ് ആകുന്നുണ്ട്. കൈകൾ എൻ്റെ കൈകൾ നെറ്റിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്ലീപ്പിലേക്ക് പോകും. ആ പേടിച്ചു പോയതുകൊണ്ട് വേറെ ആരാണെന്ന് ചെയ്യാൻ പറ്റുന്നത്? പേടിക്കരുത്. എൻ്റെ അടുത്ത് എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരീരം ലൂസാക്കുക. എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ നോക്കുക. നെറ്റി ഈ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കണ്ണടച്ചു. കണ്ണിന് തുറക്കണ്ട. ശ്വാസം എടുത്ത് വിടുന്ന സമയത്ത് റിലാക്സ് ആകുന്നുണ്ട്. ശരീരം മൊത്തം കട്ടിയാക്കി വിടണം. റിലാക്സ് 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 റിലാക്സ്. ആ ഭാഗത്തേക്ക് മാത്രം നോക്കുക. ശ്വാസം എടുത്ത് വിടുന്നതനുസരിച്ച് റിലാക്സ് ആവുന്നുണ്ട്. എൻ്റെ കൈകൾ നെറ്റിയിൽ ടച്ച് ചെയ്യുമ്പോൾ നന്നായിരിക്കും. ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് നല്ല കട്ടിക്ക് നല്ല കട്ടിക്ക് എത്ര കട്ടി വേണോ അത്രയും കട്ടിക്ക് ഉറപ്പാണോ? ഇനി ആന പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ എടുക്കരുത്. അതുപോലെ പവർഫുൾ ആയിട്ട് ഫുൾ പവർഫുൾ. ഈ പവർ കുറയ്ക്കരുത് കേട്ടോ. ഇതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പവർ കുറയ്ക്കരുത്. ജസ്റ്റ് കണ്ണടച്ചു. ഇനി ഞങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ മാത്രം കേൾക്കുക. ജസ്റ്റ് ഒരു വീഡിയോ പോലെ മൈൻഡിൽ കാണണം. ഒരു ഭയങ്കര ഒരു ഗർമ്മം, ഏറ്റവും വലിയൊരു ഗർമ്മ അങ്ങനെ എടുത്തിട്ട് കൈക്കുള്ളിലെല്ലാം ആക്കുന്നുണ്ട്. നമ്മുടെ കൈക്കുള്ളിലെല്ലാം ആക്കുന്നുണ്ട്. കയ്യിലേക്കൊക്കെ ഇങ്ങനെ ഗർമ്മം ഒലിച്ചിറങ്ങുന്നതായിട്ടൊക്കെ ചിന്തിക്കുക. മൈൻഡിലേക്ക് ചിന്തിക്കുക. ഒലിച്ചിറങ്ങുന്ന കൈകൾ ഭയങ്കരമായിട്ട് ഒട്ടിച്ചേർന്നുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ട് ഒട്ടിച്ചേർന്നുണ്ട്. സ്ട്രോങ്ങായിട്ട് പിടിക്കുക. ഇനി ആന പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. മോൻ എത്രത്തോളം ഇത് തിരിച്ചെടുക്കണമെന്ന് വിചാരിക്കുന്നതനുസരിച്ചിട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കൈ രണ്ടും കൂടെ ഒട്ടിച്ചേർന്ന് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതനുസരിച്ച് അത് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടേയിരിക്കും. കണ്ണ് തുറന്ന് ശ്രമിച്ചാലും നടക്കത്തില്ല. എത്രത്തോളം നടത്താൻ നോക്കുന്നു അത്രത്തോളം അകത്തോട്ട് പിടിച്ചോണ്ടിരിക്കും. പേടിക്കണ്ട. കണ്ണ് തുറന്നു നോക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ? തിരിച്ച് പേടിക്കണ്ട. പേടിക്കരുത്. കാണിക്കാറുണ്ട്. ഓക്കെ ആണോ? എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഫുൾ ലോക്കായി. ജസ്റ്റ് ഞാനൊന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നോക്കാൻ പറ്റും. സ്നാപ്പ് ചെയ്താൽ അപ്പം ഓക്കെ ആണോ? എന്താ സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ നോക്കുക. കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം എടുത്തോട്ടു. കണ്ണുകളെടുത്തു. ജസ്റ്റ് മൈൻഡ് മാത്രം ചിന്തിക്കുക. അങ്ങനെ ഈ കൈയുടെ ഉള്ളിലേക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇതൊന്ന് മേടിച്ച് ഒഴിച്ച് തലയിലൊക്കെ ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു. മോളിപ്പോൾ കൈയും കൂടെ തലയിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ മോളുടെ കൈ ആ തലയിൽ ഒട്ടിച്ചേരുന്നതായിട്ട് കൈകളോട് പൊട്ടിച്ചേർന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൈകൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ചിന്തിക്കുക. മോളുടെ നെറ്റ് കാലുകളുടെ താഴെ ഒരു ജന്മ ജലം കൂട്ടുന്നുണ്ട്. ആ ജന്മ താഴ്ന്ന താഴേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും കൈ കൊടുക്കാൻ പറ്റില്ല, കാര്യം കൊടുക്കാൻ പറ്റില്ല. പുള്ളി ഒട്ടിച്ചേർന്നിട്ടുണ്ട്. നീ എടുക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടേയിരിക്കും. തിരിച്ചെടുക്കാനും പറ്റില്ല. ഫുൾ ലോക്ക്. പണം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കിയോളൂ. നോക്കുന്നതനുസരിച്ച് താഴോട്ട് കൈ പൊട്ടിച്ചു എടുക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് കണ്ണു പറഞ്ഞു. കാലെടുക്കാൻ പറ്റുന്നുണ്ടോ? കൈ എടുക്കാൻ പറ്റുന്നുണ്ടോ? പേടിക്കണ്ട. കൈ എടുക്കാൻ പറ്റുന്നുണ്ടോ?
ഇല്ല. സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? സംസാരിക്കാൻ പറ്റും. കാല് പൊട്ടിപ്പോയോ? ജസ്റ്റ് ഞാൻ ഇന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാല് മാത്രം എടുക്കാൻ പറ്റും. ജസ്റ്റ് സ്നാപ്പ് ചെയ്യുകയാണ്. ഇപ്പം എടുക്കാം. കൈ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് പോയി നിന്നോ മോള്. എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തുണ്ട്? എന്തോ തോന്നിയായിരുന്നു? എന്തോ പോലെ തോന്നിയായിരുന്നു? ഇതാണ് ഹിപ്നോട്ടിസവും ഇങ്ങനെയൊക്കെയുള്ള കവിളുകൾ മൊത്തം ആക്കി പൈകത്ത് മൊത്തം ദുഃഖരാക്കി ആക്കി ഇറക്കാൻ പറ്റുന്നു നോക്കി ഇറക്കാൻ പറ്റുന്നു അല്ലേ? ഇനി അത് ഇറക്കാൻ പറ്റത്തില്ല എന്ന് ശ്രമിക്കുക. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട. ഇനി തൂക്കൽ ഇറക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ സ്റ്റക്കാക്കിയിരിക്കുന്നു. ഇറക്കാൻ പറ്റുന്നു ഇറക്കാൻ പറ്റുന്നുണ്ടോ? തൂക്കലാക്കി ഇന്ന് ഇറക്കിക്കേ. ഇറക്കുന്നുണ്ടോ? ഒന്നും കൂടെ ഇറക്കി നോക്കി. ഇറക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഇറക്കാൻ പറ്റത്തില്ല എന്ന് മാത്രം ചിന്തിക്കുക. ഒരു കാരണവശാലും ഇറക്കാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റക്കാക്കിയിട്ടുണ്ട്. ഇനി ഇറക്കാൻ പറ്റുമെന്ന് നോക്കി. പേടിക്കണ്ട. ഇറക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ടീച്ചറെ ഇതൊരു പേപ്പറാണ്. ഇത് ജസ്റ്റ് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് കീറാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാവോ? ജസ്റ്റ് ഒന്ന് വെക്കുക. ആ കൈ പിടിച്ചു. പിടിച്ചു. ഇത് സിമ്പിളായിട്ട് കീറാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ലേ? ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് തിരിക്കും. ജസ്റ്റ് ഇത് കൈ വെക്കാം. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് സിമ്പിളായിട്ട് കീറിക്കും. രണ്ടായിട്ട് കീറിക്കും. കീറിയല്ലോ. രണ്ടായിട്ട് കീറാൻ പറ്റുന്ന പേപ്പറാണ്. ജസ്റ്റ് ഇനി മൈൻഡ് ജസ്റ്റ് ഇനി ഒരിക്കലും കീറാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. മൈൻഡിൽ മാത്രം ചിന്തിക്കുക. ഒരു കാരണവശാലും കീറാൻ പറ്റത്തില്ല പുള്ളി. ഓക്കെ? ഇനി ഒന്ന് കീറാൻ ശ്രമിച്ചു നോക്കി. നടക്കുന്നുണ്ടോ? ഉറപ്പാണോ? കുഴപ്പമില്ല. ജസ്റ്റ് ഇതാണ് നമ്മളുടെ മനസ്സ് അധ്യക്ഷിച്ചിരിക്കും. നമ്മുടെ മനസ്സിൽ നമുക്കൊരു കാര്യം നടക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. നമ്മൾ ഈ ഒരു ബെഞ്ചില്ലേ, ഈ ഒരു ഡെസ്ക്, ഈ 2 ഡെസ്കും കൂടെ വെച്ചിട്ട് ഇതിന്റെ നടുക്ക് ഇത്രയും രീതിയിൽ തന്നെ ഒരു പാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇവിടെ നോട്ട് നടക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഇതേ ബെഞ്ച് നമ്മൾ ബുർജ് ഖലീഫ അതുപോലത്തെ 2 ബുർജ് ഖലീഫ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ? ഒരു ബുർജ് ഖലീഫയിൽ നിന്ന് ഇപ്പുറത്തെ ബുർജ് ഖലീഫയിലോട്ട് ഇതേപോലെ തന്നെ ബെഞ്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്നുണ്ട്. എന്താ നടക്കാൻ പറ്റാറ്? നമ്മൾ താഴെ നടക്കുന്നതല്ലേ? അപ്പൊ നമ്മൾ പേടിച്ചു പോകും. നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പറയുവാണ് നടക്കത്തില്ല. പിന്നെ എങ്ങനെ നടക്കുന്നത്? നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങളൊക്കെ ഈ സ്കൂളിലൊക്കെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നാ ഇന്ന് അടി ഉണ്ടാക്കാം, എന്നെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ? അങ്ങനെ ആയിപ്പോകും നമ്മൾ. നമ്മുടെ മൈൻഡിന് മനസ്സിന് ഭയങ്കര ശക്തിയാണ്. ഞാനിപ്പോ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്കെല്ലാം നടക്കും. നമുക്കെല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നമ്മൾ നെഗറ്റീവായിട്ട് എത്രത്തോളം ചിന്തിക്കുന്നു അത്രത്തോളം നമ്മൾ താഴെ പോകുന്നു. മനസ്സിലായോ? ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഒരു സോഡിയാക് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഓക്കെ? ടീച്ചർ ഒന്ന് നോക്കൂ അല്ലേ? ടീച്ചറിന് ചെയ്യേണ്ടത് ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഇഷ്ടമുള്ള സ്ഥലം എത്തുമ്പോൾ ഇപ്പഴല്ല, ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഇഷ്ടമുള്ള സ്ഥലം എത്തുമ്പോൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീട് നോക്കി വെക്കുക. ടീച്ചർ നോക്കാം. ഓക്കെ? ഡ്രിഫ്റ്റ് ചെയ്തു. ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു വലിയ വീട്, ഈ ദായും ഹീയും ഒന്നും വേണ്ട, ഒരു 8ഉം 10ഉം ലെറ്റേഴ്സൊക്കെ ഒരു വലിയൊരു വീട്, ഏതെങ്കിലും ഒരു വീട് നോക്കാം. ഏതെങ്കിലും ഒരു വീട് നോക്കിയോ? ഏതെങ്കിലും ഒരു വീട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ബുക്ക് മാറ്റി വെച്ചു. ടീച്ചർ മൈൻഡിലേക്ക് ഫസ്റ്റ് ഒരു കളർ പറയാൻ തുടങ്ങി. ബ്ലാക്ക് കളർ ഒരു വെജിറ്റബിൾ എന്ന് പറയാമോ? ഫസ്റ്റ് ആയിരിക്കണ്ട, ഏതെങ്കിലും ടീച്ചർ ഏതൊരു വേൾഡ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. നമുക്കതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം അല്ലേ?
ഇത് ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് വേണമെങ്കിൽ തോന്നാം, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് തോന്നത്തില്ലേ, ഞാൻ വിചാരിച്ചാൽ നമുക്ക് തോന്നും. ജസ്റ്റ് ടീച്ചറിനെ നോക്കുക. ടീച്ചർ തിരിച്ച് ടീച്ചറുടെ മനസ്സിലുള്ള ആ വീട് കുട്ടിക്ക് ഷെയർ ചെയ്യുന്നത് മൈൻഡ് ചിന്തിക്കുക, സെൻഡ് ചെയ്യുന്നത് മൈൻഡ് മാത്രം ചിന്തിക്കുക. ഓക്കെ, മോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് തിങ്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സംഭവം മോളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ടീച്ചറിന് ഫസ്റ്റത്തെ ലെറ്റർ മാത്രം ടീച്ചർ ഒന്ന് നോട്ട് ചെയ്തേ. ടീച്ചർ ഫസ്റ്റ് ലെറ്റർ മാത്രമേ കൊച്ചിന് ഒന്ന് അയച്ചു കൊടുക്കുന്നതൊന്ന് ചിന്തിച്ച്. ഫസ്റ്റത്തെ ലെറ്റർ മാത്രം ഓളെന്ന് പറയാമോ? ഓളെ മനസ്സിലുള്ള ലെറ്റർ അതാണോ അമ്മ? അതല്ലല്ലോ, അല്ലല്ലോ, എന്തായിരുന്നു പറഞ്ഞു ടീച്ചർ പറഞ്ഞു? അല്ല, ആദ്യത്തെ ലെറ്റർ മാത്രം. ആദ്യത്തെ ലെറ്റർ കെ ആണ്, ടി അല്ല. അപ്പൊ ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? ജസ്റ്റ് ടീച്ചർ ചെയ്യേണ്ടത് ലാസ്റ്റത്തെ ലെറ്റർ ഒന്ന് മൈൻഡിൽ ആലോചിക്കുക. ഓക്കെ, മൈൻഡ് മാത്രം ആലോചിക്കുക. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഡി വരുന്നുണ്ടോ? ഡി ഉണ്ടല്ലേ? ഓക്കെ, ഫുള്ളായിട്ട് ആ ലെറ്റർ ഒന്ന് ആലോചിക്കുക. ആ ഒരു വീട് മാത്രം ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതായിട്ട് ചിന്തിക്കുക. ജസ്റ്റ് ഇങ്ങനെ എഴുതി മൈൻഡിൽ മാത്രം. എനിക്ക് ഉറപ്പൊന്നുമില്ല, പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഏതായിരുന്നു ടീച്ചറെ പേര്? എന്തോ? കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിംഗ് അല്ലേ? എങ്ങനെ തുടങ്ങോ? എടുത്തോ? ജസ്റ്റ് തുറക്കണ്ട, ഞാൻ പറയാം. എടുത്തു കഴിഞ്ഞല്ലോ, ജസ്റ്റ് കൈ വെച്ചോ. ടീച്ചർ മാത്രമേ അത് കാണാവുള്ളൂ. കുറേ ചോദിച്ചാലുണ്ട്, കാണിക്കരുത്. ടീച്ചർക്ക് മാത്രമേ അത് കാണാവുള്ളൂ, എന്നെ കാണിക്കരുത്, ആരും കാണരുത്. ടീച്ചർ മാത്രം ആ ലിറിക്സ് ഒന്ന് വായിച്ചു നോക്കുക. ലിറിക്സ് വായിച്ചു നോക്കിയോ ടീച്ചറെ? അറിയാവുന്ന പാടാണോ? കുഴപ്പമില്ലല്ലോ, ടീച്ചർ എഴുതിയതല്ലല്ലോ, ആണോ? ടീച്ചർ എഴുതി കിട്ടിയോ? ഇല്ല, വേറെ ഏതാണ് കിട്ടിയത്? അറിയാമല്ലോ പാട്ട്. ജസ്റ്റ് മൈൻഡിൽ മാത്രം ആലോചിക്കുക. പാട്ട് മൈൻഡിൽ മാത്രം ആലോചിക്കുക. എനിക്കറിയാമോ ടീച്ചറെ? എനിക്കറിയാമോ? ഇല്ലല്ലോ. ടീച്ചർ അവിടെ നിൽക്കുക, മൈൻഡ് ആലോചിക്കുക. ആ പാട്ട് നന്നായിട്ട് അതിന്റെ ലിറിക്സ് ഇങ്ങനെ കേൾക്കുന്ന പോലെ ആലോചിക്കും. ആലോചിച്ചോ ടീച്ചറെ? ഐ തിങ്ക് എനിക്ക് തോന്നിയൊരു സംഗതി, ഇതിനകത്ത് 100% വേണമെങ്കിൽ പൊട്ടാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ടീച്ചർ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും കാര്യം അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊരു ലിറിക്സ് ഉണ്ട്. അത് ആക്ച്വലി ആ പാട്ട് തന്നെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചൊല്ലാം. ആക്ച്വലി ഇതിന്റെ ലിറിക്സ് ഞാൻ മാറ്റിയതാണ്. ആക്ച്വലി ഇപ്പം ടീച്ചറിന്റെ മൈൻഡിലുള്ള ആ പാട്ടിന്റെ ലിറിക്സ് ഞാൻ മാറ്റി വേറെ ലിറിക്സ് ആക്കി. ഞാൻ ലിറിക്സ് ഒക്കെ എഴുതുന്നതാണ്. മലയാളം ടീച്ചർമാരുണ്ടോ കൂടുതൽ? മലയാളം ടീച്ചർ മലയാളമാണോ? സോഷ്യൽ സയൻസ് മലയാളം. ആ ബേബി ടീച്ചർക്ക് അറിയാമല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര ഈ ലിറിക്സ് ഒക്കെ എഴുതുന്ന കൂടുതൽ ഭയങ്കര ലിറിക്സ് ഒക്കെ അറിയാം. ചങ്ങമ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചങ്ങമ്പുഴ അറിയാവോ? ചങ്ങമ്പുഴ ഇഷ്ടമുള്ള ചങ്ങമ്പുഴയുടെ ഏതെങ്കിലും പാട്ട് അറിയാവോ? ഏതാ? മാമ്പഴോ? ചങ്ങമ്പുഴയുടെ ചങ്ങമ്പുഴ എന്റെ പേര് മാമ്പഴം ഒന്നും എഴുതിയിട്ടില്ല. മാമ്പഴോ?
ദേവനികേത ഹിരൺമയ മകുടം നേവീദൂരേതുതിരി പൊന്നിൻ കൊടിമന മുകളിൽ ശബളിത സന്നോജ്വലം ഒരു കൊടിപാറി നീലാരണ്യൻ ചോള നിവേഷിത നീഹാരാജ മഹാദ്രികളിൽ കാലിക സജ്ജന കന്യകനകൾ കതിരുകളുണ്ടൊരു കണിവയ്ക്ക് കതിരുതിരുവിലും അദൃശ്യ ശരീരിക താമതലാനന ദേവതകൾ കലയുടെ കമ്പികൾ നീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ മഞ്ഞള മഞ്ഞള വേരൊളിയിൽ മന്ദര മുഴുകി മനനിരയിൽ ഈരണ്ടുവിൽ മഞ്ഞൊരു കൊന്നര വാറിമിനുക്കിയ നവഗാത്രം മിഥ്യാപലയുടെ സത്യോപരിചിന്റെ ദേവതയാമല മലയുടെ ശകലം ഭാവിയ നെൻകൊടു സിഗരത്തിൽ കരിവരി വണ്ടിൻ നിരകളൊക്കെ കാണാൻ വരിയോട് പോകുന്നിരകൾ അറിയാവോ ഈ സാധനത്തിനെ പറ്റി എഴുതിയേക്കുന്നതാണ്. കരിവരി വണ്ടിൻ നിരകൾ കണക്ക് കാണായി പരിചോട് കുറുനിരകൾ. ലെജൻസ് ഒക്കെ അങ്ങനെയാണ്. ഞാൻ അതൊന്നുമല്ല, അല്ലെങ്കിലും ചെറുതായിട്ട് ഞാൻ ലിറിക്സ് ഒന്ന് മാറ്റിയായിരുന്നു. ടീച്ചർ മനസ്സിലുള്ള ആ പാട്ടിന്റെ ജസ്റ്റ് ഇങ്ങനെയായിരുന്നു. നീയും മൊത്ത പൂവനത്തിൽ നീന്തുവാനാണ് എന്റെ മോഹം. അല്ല, അങ്ങനെ വരുന്നുണ്ടോ? നീ വരുമ്പോൾ നിന്റെ മാറിൽ ചാർത്തുവാനും പുഷ്പമാലിയം. കേട്ടില്ല? ആക്ച്വലി അത് ലിറിക്സ് ഞാൻ മാറ്റിയെന്നാ പറഞ്ഞു ആ പാട്ടിന്റെ. നീയുമൊത്ത പൂവനത്തിൽ നീന്തുവാനാണ് എന്റെ മോഹം. നീ വരുമ്പോൾ നിന്റെ മാറിൽ ചാർത്തുവാനീ പുഷ്പമാലിയം. താവക്കൊഴുപ്പിനൊത്ത് താരിച്ചരടുത്ത് നിന്നെ ഞാൻ നിന്നു മാറത്തണച്ചു നിന്റെ മന്ത്രികൾ ചെയ്തെടുത്ത് മംഗല്യ തൊട്ടുതൊടിക്കും. ചിങ്ങമാസം ചിങ്ങമാസം നിങ്ങൾക്ക് കൂടെ തന്നെ പാട്ടുകളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊക്കെ പാട്ട് ലിറിക്സൊക്കെ എഴുതാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ചുമ്മാ എഴുതണം. താങ്ക് യു ടീച്ചർ. മുട്ടയില്ല എന്നോട് ടീച്ചറെ എക്സ്പെരിമെന്റ് കൊള്ളായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പെരിമെന്റ്? സൈലന്റ് ആയിട്ടിരിക്കണേ. ഓക്കെ ഓക്കെ സംസാരിക്കാൻ ഓക്കെ അല്ലേ? ഞാൻ കറക്റ്റല്ലേ പോകുന്നതൊക്കെ നടക്കുന്നതൊക്കെ? തൊട്ട് വീഴത്തില്ലല്ലോ. ചേച്ചി ഞാനിവിടെ നിന്നോട്ടെ. ആരെങ്കിലും ഒരാൾ ഒന്ന് എഴുന്നേറ്റ് വരാമോ? ഒരാളെ മതി. ജസ്റ്റ് വന്നിരിക്കുന്ന ആള് ഒരു 4 ഐറ്റം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് എടുക്കുക. ഞാൻ പറയാം. ജസ്റ്റ് എന്നെ കാണിക്കണ്ട. എന്റെ അടുത്താണ് നിൽക്കുന്നത്. ജസ്റ്റ് അവിടെ പോയിരുന്നു. ഞാനിവിടെ മാറി നിൽക്കുക. എന്നെ കാണാത്ത രീതിയിൽ ഞാൻ മാറി നിൽക്കുക. ഓക്കെ? ഇഷ്ടമുള്ള ഐറ്റം എടുക്കുക. പറയരുത്, ആരും പറഞ്ഞു തരരുത്. ജസ്റ്റ് ഇപ്പൊ ഒരു ഐറ്റം എടുക്കും. എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കിട്ടുമോ നോക്കട്ടെ. നമ്മൾ ആ ഐറ്റം തന്നെ മതിയല്ലോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഐറ്റം അതിപ്പോ നമുക്ക് ആർക്ക് കൊടുക്കണം? ഗ്രീൻ ടീച്ചറിലേക്ക് കൊടുത്തോളൂ. ഓക്കെ ആണോ? വേറെ ഏതെങ്കിലും 3 ഐറ്റം ഉണ്ടിരിക്കും അല്ലേ? അതിലേതെങ്കിലും ഒരു ഐറ്റം ഒന്ന് എടുക്കുക. എടുത്തോ? ജസ്റ്റ് എടുക്കുക. കിട്ടിയിട്ടില്ല. മുട്ട കയ്യിലുണ്ടോ? എടുത്തോ. ഓക്കെ, കിട്ടുന്നില്ല. ആ ഐറ്റം മാറ്റി വെച്ചിട്ട് വേറൊരു ഐറ്റം എടുത്തേ. വേറെ ഐറ്റം മാറ്റിയോ? ജസ്റ്റ് എനിക്കൊന്ന് കിട്ടുന്ന രീതിയിൽ നൽകിയ കാണാമല്ല. കഴിക്കണോ? എവിടാ? ജസ്റ്റ് ഇപ്പം എടുത്തേക്കുന്ന സാധനം ഓക്കെയാണോ? ഓക്കെയാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോന്ന് അറിയാൻ പറ്റി. അതൊന്നും അവിടെ വെച്ചിട്ട് വേറെ ഒന്നും എടുത്തേ.
വേറെ എടുത്തിട്ടുണ്ട്. പുതിയ ഒരെണ്ണമാണ്. ഇപ്പൊ ഒരു സാധനം കയ്യിലുണ്ടോ? മോളെ ആ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനമേ ജസ്റ്റ് സബീന ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തേക്ക്. ഇനി രണ്ടാമത് ഉണ്ട് അല്ലേ? അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തേക്ക്. എടുത്തോ? എനിക്കതുകൊണ്ട് കണക്ട് ആവുന്നില്ല. എനിക്കതുകൊണ്ട് മൈൻഡിൽ കണക്ട്. കൊടുന്നുണ്ടോ ഇപ്പം? എല്ലാരും കൂടെ തള്ളല്ല, എല്ലാരും കൂടെ തള്ളല്ല. ഓടുന്നുണ്ടോ? ടീച്ചർ ഓടുന്നുണ്ടോ? ടീച്ചറിന്റെ വായിച്ച് ഓടിക്കൊണ്ടിരുന്ന വാസാണ്. ഓടുന്നുണ്ടോ അല്ലേ? ടീച്ചർ അതിന്റെ സെന്ററിലൊക്കെ ചെറുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഏതാ ടീച്ചർ വാച്ച്? ജസ്റ്റ് നോക്കുക. ആ ഓടുന്ന സൂചിയിലോട്ട് മാത്രം നോക്കുക. ഓടുന്നുണ്ടല്ലോ, ഓടുന്ന വച്ചല്ലേ? ഓടുന്നുണ്ടോ? ഇത് ഓടുന്നുണ്ടോ വാച്ച്? ഇങ്ങനെ സെന്ററിൽ ചെറുതായിട്ട് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓടുന്ന കാണുന്നുണ്ടല്ലോ എല്ലാവരും. ഓടുന്നുണ്ടോ? ജസ്റ്റ് ടീച്ചർ അതിന്റെ സെന്ററിൽ പതുക്കെ തുറന്നേ, പതുക്കെ. ഓടുന്നുണ്ടല്ലോ. പഠിക്കണം. ഒരു മണിയായി എല്ലാവർക്കും വേണ്ടേ? പോട്ടെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു ആൾക്കാർ നമുക്കൊരു കാര്യം ചെയ്യാം. ടീച്ചർ നല്ലത് ആ പേപ്പർ ആലോചിക്കാം. ആരെങ്കിലും പറ്റി ആലോചിക്കാം. പിന്നെ അതൊന്നും ആരെങ്കിലും പറ്റി ആലോചിക്കാം. മൈൻഡിൽ ഒരു പേരുണ്ട് അല്ലേ? ജസ്റ്റ് കൊടുത്തു. ഒരാളും കൂടെ എടുക്കണോ? ഒരാളും പോകണോ? ഒരാളും മോഡൽ മനസ്സിൽ ഏതെങ്കിലും ഒരു ആളുടെ പേര്. പുതിയ കാലത്തെ ചെറുപ്പക്കാരുടെ പിള്ളേരുടെ പേര് വേണ്ട. പഴയ ചേട്ടന്മാരുടെ ജ്യോതിഷ് അങ്ങനെയൊക്കെയുള്ള പേര്. മനസ്സിലായി? ഇപ്പോഴത്തെ പേരൊന്നും മനസ്സിലാവും. ടീച്ചറോടെ തന്നെ ഒരു എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഓക്കെ. ജസ്റ്റ് ടീച്ചർ മൈൻഡിൽ ആലോചിച്ച ആ ഒരു പേര് ജസ്റ്റ് ഈ പേപ്പറിൽ ഒന്ന് എഴുതാം. ഞാൻ പറഞ്ഞിട്ടേ എഴുതാവുള്ളേ. ജസ്റ്റ് അങ്ങോട്ട് മാറി ടീച്ചർ അവിടെ നിന്ന് തുടങ്ങുന്ന കാണുന്നുണ്ടാവും. ആരും കാണണ്ട. ഓക്കെ. ജസ്റ്റ് ടീച്ചർ മാത്രം ആ മൈൻഡിൽ കണ്ട ആ പേര് ഒന്ന് നോട്ട് ചെയ്യാം. അതിന് നോട്ട് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞെന്ന് പറയാനല്ലേ ടീച്ചറെ? കഴിഞ്ഞോ? ആ പേപ്പർ ഒന്ന് കീറി എടുക്കാമോ? മോനെ കൂടി ആ പേപ്പർ കീറിയില്ലേ? ജസ്റ്റ് അതിനകത്ത് തന്നെ മോനൊന്ന് എഴുതിയോ. വേറെ പേപ്പർ ആ ടീച്ചർ എഴുതിച്ചു. മോന് മനസ്സിൽ ഉദ്ദേശിച്ച അവരുടെ പേര് ഒന്ന് എഴുതാമോ? ടീച്ചർ പോയി ഇരുന്നോളൂ. ടീച്ചറെ സബീന ടീച്ചർക്ക് ഇല്ല.
മോന് എഴുതാം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മൈൻഡ് ആലോചിക്കുക. എഴുതാം. ഒന്നും കൂടെ ഇരിക്കും. എഴുതിയോ? എഴുതി നിങ്ങളുടെ പേപ്പർ കീറിയോ? ബുക്കിൽ നിന്ന് മാറ്റി വെച്ചു. ഓക്കെ ആണോ? ബുക്കിൽ വെച്ചു. ടീച്ചർ ഒരാളുടെ പേര് ആലോചിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? മോന്റെ കയ്യിൽ തന്നെ വെച്ചു ആ പേപ്പർ. ടീച്ചറുടെ മൈൻഡിൽ ഒരു പേരുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പേരുണ്ട് അല്ലേ? ടീച്ചറും ആ ലെറ്ററിന്റെ ആളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് ആലോചിക്കുക. 90 മാത്രം. പേരുണ്ടല്ലോ കയ്യിൽ. എനിക്കറിയാമോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സാധനം എന്താ എഴുതിയെന്നുള്ളത് ടീച്ചർക്ക് അറിയാം. ടീച്ചർ എന്താ എഴുതിയെന്നുള്ളത് മനസ്സിലാവും. ആർക്കും ഒക്കെ അറിയത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? ടീച്ചറുടെ മൈൻഡിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കണ്ണിലേക്ക് മാത്രം നോക്കി ആ പേര് മൈൻഡിലേക്ക് പോകുന്നു. മൈൻഡിലേക്ക് ഫുള്ള് പോകുന്നു. ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് ആലോചിക്കുക. ഫസ്റ്റ് ലെറ്റർ ഒന്ന് പറയാമോ? ജിയോ. ഫസ്റ്റ് ലെറ്റർ ജെ അല്ല, ജി ആണ്. ജി അല്ലേ? അല്ലേ? ലാസ്റ്റ് ലെറ്റർ ആലോചിക്കുക. ലാസ്റ്റ് ലെറ്റർ മാത്രം ആലോചിക്കുക.